അച്ഛൻ്റെ ദൈവവിളി അത് എപ്രകാരമായിരുന്നു? ഒരു വൈദികനാകാനാണ് അച്ഛൻ്റെ നിയോഗമെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഒരു സുപ്രധാന നിമിഷത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഈശോ തന്നെ വന്നിട്ട് വരുവിന് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞതല്ല. ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവം തമ്പുരാൻ എന്നെ സമയമെടുത്ത് പരുവപ്പെടുത്തിയതാണ്. 30ാമത്തെ വയസ്സിൽ സെമിനാരി കയറണമെങ്കിൽ 30ാമത്തെ വയസ്സിൽ അപ്പോൾ തീർച്ചയായിട്ടും അതിനു മുൻപ് ജോലി ചെയ്തുകൊണ്ട് നടന്ന ഒരു സമയം, അതിനു മുൻപ് ജീസസ് യൂത്തായിട്ട് നടന്ന ഒരു സമയം, അതിനു മുൻപ് ചങ്ങനാശ്ശേരിയിൽ കുരിശുമൂട്ടിലൊക്കെ നല്ല ഒരു യൂത്തായിട്ട് നടന്ന ഒരു സമയം, നല്ല ടൈറ്റ് ടീഷർട്ടും ടൈറ്റ് ജീൻസും ഒക്കെ ഫാഷനായിരുന്ന സമയത്ത് വുഡ്ലാൻഡ് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയ ഒരു രാജേഷ് എന്നൊരു കൊച്ചനുണ്ട്. അപ്പം ആ കൊച്ചനോട് അന്ന് മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ ശാലോമിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്ന മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ, നീ ഇനിയും സെമിനാരി പോയില്ലേ എന്ന് ചോദിച്ച ചോദ്യം, അതാണോ ടേണിംഗ് പോയിന്റ് ചോദിച്ചാൽ ഞാൻ പറയും അതല്ല. അതിനുമിടയിൽ വേറെയും കാര്യങ്ങളുണ്ട്. മമ്മി അച്ചാച്ചൻ 16ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു. ഒരു 1994 ജനുവരി 28 ഒരു വെള്ളിയാഴ്ച രാത്രി 10 മണി. ഒരു സിനിമാ സീനിലൊക്കെ കാണുന്ന പോലെ എന്ന് പറയാം. എൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് ഞാൻ, എൻ്റെ മമ്മി, എൻ്റെ പെങ്ങൾ. ചെത്തിപ്പുഴ ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് വേറെ ആരുമില്ല. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സൈക്കിളെ ഞാൻ അച്ചാച്ചൻ്റെ ബോഡി കൊണ്ടുവരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരുക്കാൻ വേണ്ടി അതിനു മുമ്പേ ഞാൻ പറയണം. സൈക്കിളെ സ്പീഡിൽ വേറൊന്നും ചിന്തിക്കാതെ വരുന്ന വഴിക്ക് മറിഞ്ഞ് വീഴുന്നത്. അതിനുശേഷം വീട്ടിൽ വന്ന് മുറി ഒരുക്കി ആ കൊച്ചു പയ്യന് അപ്പുറത്തെ അമ്മാമ്മയുടെ സഹായം കൊണ്ട് കട്ടിലൊരു വെള്ളയൊക്കെ വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് തുടങ്ങി. അതിനുശേഷം പെങ്ങളെ കെട്ടിച്ചു വിട്ടു. ആകെയുള്ള മമ്മിക്കുണ്ടായ അസുഖം, ആ അസുഖത്തിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആണ്, ജോലിയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാഴപ്പറമ്പ് ഷാജിച്ചേട്ടൻ പറയുന്നു, മോനെ എൻ്റെ കൂടെ വാ, എന്നെ സഹായിക്കേ, അത്യാവശ്യമുണ്ട്, നീ വാടാന്ന് പറഞ്ഞു. അപ്പോൾ ഷാജിച്ചേട്ടൻ ഒരു ചേട്ടായിയാണ്. ചേട്ടൻ പറയുന്നത് കേൾക്കണമല്ലോ എന്ന് പറ്റിക്കൊണ്ട് പുള്ളിയുടെ കൂടെ ഓട്ടോയിൽ കയറി തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റൗണ്ടാനയുണ്ട്. ആ റൗണ്ടാനയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. നല്ല 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അയാൾ ഒരു 5-6 ദിവസങ്ങളായിട്ട് പുള്ളിയുടെ ഡ്രസ്സ് പുള്ളി മാറിയിട്ട് ഭയങ്കര മണവും ഉണ്ട്. ആ മനുഷ്യൻ വലിയ വടി കൊണ്ട് റൗണ്ടാനയ്ക്കിട്ട് അടിക്കുക. അപ്പോൾ ആ മനുഷ്യനെ പിടിക്കണം വേണ്ടിയാണ് ഇവർ പോയത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ കൊച്ചു പയ്യനല്ലേ, കരാട്ടയൊക്കെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന പോലെ ഞാനുമൊക്കെ അതിലൊക്കെ വന്നുകൊണ്ടുമ്പോൾ ഞാൻ ഇച്ചിരി വലിയ പുള്ളിയാണെന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ സിസർ കട്ടിട്ട് പുള്ളി അങ്ങ് പുറത്തുനിന്ന് അങ്ങ് പിടിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ബാക്കി എല്ലാവരും കൂടെ പിടിച്ച് പുള്ളി ഓട്ടോയെ കയറ്റി ചെത്തിപ്പുഴ ആശുപത്രി കൊണ്ടുവന്നു. ചെത്തിപ്പുഴ ആശുപത്രി കൊണ്ടുവന്ന് പുള്ളിയുടെ കാലങ്ങ് നനഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ടേബിളിൽ കിടത്തി പുള്ളി മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പോയപ്പോഴത്തേക്ക് പതുക്കെ സിസ്റ്റേഴ്സ് വന്ന് പുള്ളിയുടെ പാൻ്റ് അങ്ങ് ഇച്ചിരി പൊക്കിയപ്പോഴത്തേക്ക് കാലിൽ പഴയ കുഴിക്കക്കൂസിനകത്ത് പുഴുക്കൾ ഇങ്ങനെ നുരയ്ക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ പുഴുക്കൾ കാലിലിങ്ങനെ നുരച്ച് നിൽക്കുക. അവിടുന്ന് അതെല്ലാം വൃത്തിയാക്കുന്നതെല്ലാം ഞാനിങ്ങനെ മാറി നിന്ന് കണ്ടു. അതിനുശേഷം ഡോക്ടർ നോബിളാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, അപ്പനെ ഇത്ര മേലാഞ്ഞിട്ട് നിങ്ങൾ തനിയെ വിട്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പനെ വിട്ടല്ലോ എന്ന്. അതെൻ്റെ അപ്പനായിരുന്നു, അതെൻ്റെ ഈശോ ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. പിന്നെയും ഒത്തിരിയുണ്ട്. പിന്നെയും ടേണിംഗ് പോയിൻ്റ് അതായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ജീസസ് യൂത്തിലെ 5 സഹോദരങ്ങൾ, റോയിച്ചനും രജനിയും ബിന്ദുവും ഷിജിയും റീനായും, പൂക്കിപ്പറമ്പ് ബസ് ആക്സിഡൻറ്റിൽ തലേ ദിവസം വരെ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന റോയിച്ചൻ ചുമ്മാ പച്ച റബ്ബർ മരം പോലെ കത്തിയെരിയുന്നത്. ആ ബസ് കത്തിയതിനടുത്ത് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യനോട് പറഞ്ഞു, ആ തെങ്ങും തലപ്പോളം ഉയരത്തി തീ ആളിക്കത്തിയെന്ന്.
കൂടെ ഉണ്ടായിരുന്ന പലരെയും റോയിച്ചൻ ബസ്സിൻ്റെ ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് ഇട്ടു, ബിന്ദുവിനെയും പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും അവരെല്ലാം കത്തിയാൻ മറന്നു. ബിന്ദുവിനെ ഒരു സാക്ഷ്യത്തിനെന്നോണം പിറ്റേ ദിവസത്തേക്ക് അവളെ കാണാൻ സാധിച്ചു. അപ്പോൾ പറഞ്ഞു, രാജേഷേട്ടാ ചേട്ടായി ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കണ്ട് അവൾ ജീവനോടെ ഇരിക്കുമെന്ന് കരുതി തിരിച്ചു പോന്ന ഞാൻ ആലപ്പുഴ എത്തിയപ്പോഴേക്ക് അവളും മരിച്ചു. പിന്നെ ഇതാണോ എൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ജീസസ് യൂത്ത് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പോകുന്ന മരണാടക്കൊക്കെ വളരെ ചെറുപ്പക്കാരുടെയാണ്. ജീവിതത്തിൻ്റെ നൈനിമിഷികത ഇത്രയേ ഉള്ളൂ എന്നൊരു വലിയ തോന്നൽ. അതിലൂടെ തന്നെ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നുള്ളൊരു തോന്നൽ. അത് ഇങ്ങനെ ടൈം എടുത്തു. ഏതാണ്ട് പറഞ്ഞ 7 വർഷങ്ങൾക്ക് മേലെ എടുത്തു. ആ 7 വർഷങ്ങൾക്ക് ശേഷം അതിനിടയിൽ പല കോൺഗ്രിഗേഷനിലൂടെയും പലതിലൂടെയും ഒക്കെ കടന്ന് അവസാനം ദൈവം എന്നെ കൊണ്ടുവന്നെത്തിച്ച് പരിശുദ്ധ കുർബാനയുടെ സഭ. ഒരു ബിസിനസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്ത സമയം, ഒരു ഇവൻ്റ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്ത സമയം, അങ്ങനെ പല സമയങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പോയ സമയങ്ങളിൽ ആളുകളുമായിട്ടൊക്കെ കണ്ടുപെട്ടതിൻ്റെ കച്ചവടത്തിൻ്റെ കപടത, അങ്ങനെ എല്ലാ മേഖലയിലൂടെയും ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവം എന്നെ തിരുത്തിയെടുക്കുകയായിരുന്നു, മാറ്റിയെടുക്കുകയായിരുന്നു, കർത്താവിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. ഇന്നും ആ ഒരുക്കൽ നടക്കുന്നു. ഇന്നും അച്ഛനായിട്ടും ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഫോർമേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പൂർണ്ണമായിട്ടും മാറുന്ന സമയം എൻ്റെ മരണം വരെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ എങ്ങനെയാണ് അച്ഛാ MCBS സഭയിലേക്ക് എത്തിപ്പെട്ടത്? അത് 30ാമത്തെ വയസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 25 വയസ്സ് വരെ അന്വേഷണത്തിലേക്കായിരുന്നു, എവിടേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നതെന്ന്. വ്യത്യസ്തമായ കോൺഗ്രിഗേഷനുകളിൽ, സലേഷനിൽ പോയി, ജസ്യൂട്ടിൽ പോയി, കാർമലൈറ്റിൽ പോയി, ട്രിനിറ്റിയിൽ പോയി, ഇങ്ങനെ 1-2 ദിവസമൊക്കെ അവരുടെ കൂടെ സെമിനാരിക്കാരനാകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞും അല്ലാതെയും ഒക്കെ പലയിടത്തും താമസിച്ചു. അങ്ങനെ പല കോൺഗ്രിഗേഷനിൽ താമസിച്ചു, പലയിടത്ത് താമസിച്ചു, രൂപതയിലെ സെൻറ്ററുകളിലും താമസിച്ചു. ഇതിനിടയിൽ എന്നെ താല്പര്യപ്പെട്ടവരും ഇല്ലാത്തവരും ഒക്കെയുണ്ട്. പക്ഷെ 9ാമത്തെ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ MCBS. അവിടെ നമ്മുടെ കരിന്തോളിലച്ഛനാണ് അന്നത്തെ ജനറൽ. അച്ഛനെയും കൊണ്ട് ഞാൻ പോകുന്നത് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. ടെർലിയമ്മയെന്ന് പറയും, SDയിലെ ഒരു അമ്മയാണ്, നല്ല ഗുണ്ടമ്മയാണ് ടെർലിയമ്മ, നല്ല വണ്ണമുള്ള ടെർലിയമ്മയാണ്. അപ്പോൾ ടെർലിയമ്മയും കൊണ്ട് എന്നെയും കൊണ്ട് പോകുന്നു. കാര്യം ടെർലിയമ്മയെ അന്ന് SD കോൺഗ്രിഗേഷനിൽ ധ്യാനിപ്പിച്ചതിന് ശേഷം, ഞാൻ ജീസസ് യൂത്ത് ആയിരിക്കും ധ്യാനിപ്പിച്ചതിന് ശേഷം അമ്മ എന്നെ സൂത്രത്തിൽ ഈ MCBS പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പം അവിടെ കരിന്തോളിലച്ഛനാണ്. അപ്പോൾ കരിന്തോളിലച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് കുർബാനയുടെ സഭ നിനക്ക് പറ്റുമോ? നിനക്ക് രൂപത വല്ലതല്ലേ ചേരുന്നത്, നീ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ദൈവം പരിശുദ്ധ കുർബാനയെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം, ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനമാണ് ഈശോയുടെ കേന്ദ്രമായിരിക്കുന്നത്. എല്ലാ തലങ്ങളിലേക്കും അപ്പമാകാൻ വേണ്ടി എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. കാര്യം ഞാൻ കോൺഗ്രിഗേഷനെ പറ്റി പഠിച്ചു. കാര്യം ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ഒരു തരത്തിലുള്ള മറ്റെന്തിൻ്റെയോ പേരിലല്ല ആ സഭയിരിക്കുന്നത്. അതാണ് എനിക്ക് സന്തോഷമാകാൻ കാരണമായിരിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് 1 മാസം സമയം തന്നു, ഞങ്ങളുടെ സഭാപിതാവായ പറയടത്തച്ഛൻ താമസിച്ച കടുവാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് സത്യത്തിൽ അവിടെ താമസിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് MCBSലെ അച്ഛന്മാരെ എല്ലാം പരിചയപ്പെടാൻ പറ്റി. തീർച്ചയായിട്ടും കുറ്റിക്കലച്ചൻ വലിയ പ്രചോദനമായിരുന്നു. കുറ്റിക്കലച്ചൻ്റെ ജീവിതം, ആകാശപ്പറവുകൾ എന്ന പേര് ഈ ലോകത്തിന് നൽകിയത് കുറ്റിക്കലച്ചനാണ്. അപ്പോൾ കുറ്റിക്കലച്ചൻ ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ വെച്ചൊരു പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്ക് തെരുവ് മക്കളെയെല്ലാം സംഭരിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ഇവിടെയെല്ലാം അവരെ ധ്യാനത്തിന് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അച്ഛനെ സഹായിച്ചിട്ടുണ്ട്. അതേ അച്ഛൻ തന്നെ എൻ്റെ പട്ടത്തിന് പല സ്ഥലങ്ങളിൽ അച്ഛന്മാർക്ക് വേണ്ടി അച്ഛന്മാർ ഭക്ഷണം കഴിക്കുന്നിടമുണ്ട്, ആളുകൾ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇപ്പുറത്ത് ഈ തെരുവ് മക്കൾക്ക് വേണ്ടി ഒരു ചെറിയ ഹാള് റെഡിയാക്കിയിരുന്നു. അച്ഛൻ വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തലങ്ങളിലും ഉള്ളവർക്ക് അപ്പമാകാൻ വേണ്ടി പരിശുദ്ധ കുർബാനയുടെ സഭയിലൂടെ ദൈവം എന്നെ വിളിച്ചു.